ഇനി സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അതിഥികളിൽ നിന്നറിയാം. 3 അതിഥികൾക്കും സ്വാഗതം ലേഡീസ് പാനലിലേക്ക്. ആദ്യം തന്നെ സംവിധായകനിലേക്കാണ്. സംവിധായകനിൽ തുടങ്ങാല്ലേ നമുക്ക്. അഭിജിത്ത്, എന്താണ് ഈ കുരുക്കെന്നൊരു പേര്? ഉരാക്കുരുക്കാണോ അല്ലെങ്കിൽ ഒന്നൊന്നര കുരുക്കാണോ? നമ്മുടെ സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കുമല്ലോ നമ്മളെപ്പോഴും സിനിമയ്ക്ക് പേരിടുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ ഒരുപാട് കുരുക്കുകളിലൂടെയാണ് നമ്മുടെ ക്യാരക്ടറായിട്ടുള്ള സാജൻ ഫിലിപ്പ് കടന്നു പോകുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേര് കുരുക്ക് തന്നെയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുരുക്ക് എന്ന് പറഞ്ഞ പേര് സജസ്റ്റ് ചെയ്യുകയും പ്രൊഡ്യൂസേഴ്സും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ കുരുക്കിലേക്ക് എത്തി. ശരി, ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ട് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ? ഓക്കെ. അനിൽ, ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രം ചെയ്യുന്ന ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാന കഥാപാത്രമാണ്, ഒരു പോലീസുകാരന്റെ റോളാണ് അല്ലേ അനിലിന്? എങ്ങനെയാണ് പോലീസ് ലുക്ക്? നന്നായിട്ട് ചേരുന്നുണ്ടോ സിനിമയിൽ? എന്താ തോന്നിയത് കണ്ടപ്പോൾ? അതെ, എനിക്ക് തോന്നുന്നുണ്ട്, പ്രേക്ഷകർക്ക് തോന്നണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഞാനിതിനു മുമ്പ് 2-3 സിനിമകളിൽ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു നായകനായിട്ട് പോലീസ് നായക വേഷം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ശരി. ഈ കഴിഞ്ഞ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിൽ എന്താണ് ആ പോലീസ് വേഷത്തിൽ ഒരു പ്രത്യേകത തോന്നിയത്? എന്താണ് കുരുക്കില്? കുരുക്കിലെ പ്രത്യേകത എനിക്ക് തോന്നിയത് അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒത്തിരി ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ സ്ക്രിപ്റ്റായിരുന്നു. അതുപോലെ തന്നെ ആ കഥാപാത്രം ഞാൻ മുമ്പ് ചെയ്ത പോലീസ് കഥാപാത്രങ്ങളെ പോലെയല്ല. ഇത് കുറച്ചും കൂടെ ഒരു സാധാരണഗതിയിൽ ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ ഹീറോയിസം കാണിക്കുന്ന ഒരു പോലീസ് ഓഫീസറല്ല. ഒരു മിഡ് 40s നിൽക്കുന്ന വളരെ ഇൻ്റലിജൻ്റായിട്ട് വളരെ സെറ്റിലായിട്ടൊക്കെ പെർഫോം ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ്. തന്നെയല്ല, അദ്ദേഹത്തിന് പല മൂഡ്സ് ഉണ്ട്. പിന്നെ വളരെ ചാലഞ്ചിങ് ആയിരുന്നു കഥാപാത്രം. ശരി, ഓക്കെ. മീരയാണ് നായിക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് സിനിമയിലേക്ക് എത്തിയ ആളാണ്. ഒരുപാട് സിനിമകൾ ചെയ്തു. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു സിനിമയിലെ മുഴുനീള കഥാപാത്രമായിട്ടാണോ എത്തിയത്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നായിക എന്നതിൽ ഉപരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അഞ്ജലി എന്നാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡെപ്ത് ഉള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ശരി, ഓക്കെ. അഭിജിത്തിന്റെ ആദ്യ സിനിമയാണ്. ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് നല്ലൊരു സംവിധായകൻ കുരുക്കിൽ കൂടി ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരുടെ ഒക്കെ സിനിമ ആസ്വാദകരുടെ ഒക്കെ പ്രതീക്ഷ. ഒപ്പം ചോദിക്കട്ടെ, കൂടുതലും പുതിയ ആളുകളാണ് ഈ സിനിമയിൽ മുന്നണിയിലും പിന്നണിയിലും ഒക്കെ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു അതിനുള്ളൊരു ധൈര്യം ഈ പുതിയ ആളുകളെ സിനിമയ്ക്ക് സമ്മാനിക്കാൻ? നമ്മളെപ്പോഴും സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ താരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ എഴുതി തുടങ്ങുന്ന സമയത്ത്, ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തും എൻ്റെ മനസ്സിൽ വലിയ താരങ്ങളെ വെച്ച് ചെയ്യണമെന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പല ആക്ടേഴ്സിനെ കാണുന്ന സമയത്ത് അവരുടെയൊക്കെ ഇപ്പോൾ ആർട്ടിസ്റ്റ് ഓക്കെ ആയി വരുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട്. ഇഷ്യൂസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. പ്രൊഡ്യൂസർ റെഡിയാകുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഇഷ്യൂ വരുന്നു. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രിപ്റ്റ് അത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. പനിലേട്ടൻ പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റിൽ വളരെയധികം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സിനിമയുടെ നായകൻ ആ സ്ക്രിപ്റ്റാണെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് പുതിയ ആൾക്കാരിലേക്ക് എത്തിപ്പെടുമായിരുന്നു. ശരി. അനിൽ, ഈ പോലീസ് വേഷത്തിൽ തിളങ്ങി എന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? ഒപ്പം ചോദിക്കട്ടെ, നാളെ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്, ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല, സ്വാഭാവികമായിട്ടുള്ള ടെൻഷനുണ്ട്. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു ടെൻഷൻ മാത്രം. പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ഇനിയും ഞാൻ തുടക്കക്കാരനാണ്. ഇനിയുള്ള കഥാപാത്രങ്ങൾ, ഈ സിനിമയിലെ കഥാപാത്രത്തെ കണ്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം സ്ക്രിപ്റ്റ് എന്നെ ആദ്യം അഭിജിത്ത് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഉണ്ടാകുന്ന എല്ലാ കൺഫ്യൂഷൻസും ക്ലിയർ ചെയ്തിട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോയത്. അതുപോലെ തന്നെ ഷൂട്ടിംഗ് ടൈമിലും അഭിജിത്തും അതുപോലെ തന്നെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഹാസ് അശോകൻ, അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവർ തന്നൊരു സ്പേസും ഫ്രീഡവും എന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അവർക്ക്. പിന്നെ നമ്മളാരും തന്നെ, ഇപ്പോൾ അഭിജിത്താണെങ്കിലും ഞാനും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. ഞങ്ങളൊക്കെ ഒരു അപ്കമ്മിങ് സ്റ്റേജിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലൊരു ഡിഫറൻസ് ഇല്ല. ഒരു ഗ്രോയിങ് ടുഗദർ എന്നുള്ള രീതിയിൽ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ നമുക്ക് പോകാനും വളരെ ക്ലാരിറ്റിയോടുകൂടെ കൺവിൻസിംഗ് ആയിട്ട് സീനുകളിൽ ചെയ്ത് കിടക്കാനും പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ശരി. മീര, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരംകാരിയാണല്ലേ? അതെ. അപ്പം തിരുവനന്തപുരത്ത് നിന്നായിരുന്നു ഷൂട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു മുഴുവൻ ഷൂട്ടും തിരുവനന്തപുരം നടന്നുകൊണ്ടായിരുന്നു. തിരുവനന്തപുരത്തുള്ള പല ഭാഗങ്ങളിലും ആയിരുന്നല്ലേ? അപ്പം സ്വന്തം നാട്ടിൽ നിന്നൊരു സിനിമ എന്ന് തമിഴ് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അത് സ്വാഭാവികമായി മറ്റു സ്ഥലങ്ങളിലായിരിക്കും. അപ്പൊ സ്വന്തം നാട്ടിൽ നിന്നൊരു സിനിമ അഭിനയിക്കാൻ സാധിച്ചത് എത്രമാത്രം സന്തോഷമുണ്ട്?
ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ട്രിവാൻഡ്രത്തെ പല മേജർ ഏരിയാസിലും ഷൂട്ട് നടക്കുന്നു. നമുക്ക് ഇപ്പം ഈ മൂവി എന്നല്ല ഏത് മൂവിയിലും ട്രിവാൻഡ്രത്തെ വിഷ്വൽസ് കാണിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, ട്രിവാൻഡ്രംകാരെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മൂവിയിലും ത്രൂ ഔട്ട് ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഫുൾ ഷൂട്ടും നടന്നിരിക്കുന്നത്. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. ശരി. ഈ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുന്ന സിനിമകൾ കൂടുതലും തിരുവനന്തപുരം ഭാഷ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സിനിമയിൽ അങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ അത് പറയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എവിടെയെങ്കിലും? മീര? ട്രിവാൻഡ്രം അങ്ങനെ പ്രത്യേകിച്ച് ആ സ്ലാങ് എടുത്ത് യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും നാച്ചുറൽ സ്ലാങ്ങിൽ തന്നെയാണ് അത് പോയിരിക്കുന്നത്. അല്ലാതെ അത് പേർപ്പസ്ലി അങ്ങനെ എടുത്ത് യൂസ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരി. അങ്ങനെ തിരുവനന്തപുരം ഭാഷയൊന്നും പറയേണ്ട ഒരു സിനിമയല്ല, ഒരു ക്രൈം ത്രില്ലർ ആണല്ലോ അല്ലേ? ഓക്കെ. അഭിജിത്ത്, ഞാൻ ഇവരോട് ചോദിച്ചതുപോലെ നാളെ സിനിമ ഇറങ്ങുകയാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ ആ നെഞ്ചെടുപ്പ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത് ഇപ്പൊ മനസ്സിൽ? സത്യം പറയാൻ നല്ല വിറയലുണ്ട്, പിന്നെ നല്ല ടെൻഷനിലുമാണ്. ഈ പറയും പോലെ പല കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് കുറച്ച് മുന്നേ നമ്മുടെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ കയറുന്നതിന് മുന്നേ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം എത്രത്തോളം ഫാസ്റ്റിൽ എത്തുന്നു അത്രത്തോളം ആൾക്കാർക്ക് തിയേറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കാണാനും പറ്റും, ബുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഓരോ കാര്യങ്ങളിൽ ഇപ്പോഴും കോഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷനിലാണ് സത്യം പറഞ്ഞാൽ. ഫുള്ളി ഈ പറഞ്ഞ ടെൻഷൻ അടിച്ച് എന്നെ കാണുന്ന ആൾക്കാരെല്ലാം പറയുന്നുണ്ട് കൂളായിരിക്കും. പക്ഷേ ഞാൻ കൂളെന്നാണ് എൻ്റെ മൈൻഡ്. പക്ഷേ എന്നെ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ടെൻഷനിലാണെന്ന്. ശരി. എന്തായാലും ആത്മവിശ്വാസം ഉണ്ടല്ലേ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോഴത്തെ ഒരു സിനിമ, നമ്മൾ കാണുന്ന സിനിമകൾ വെച്ചിട്ട് ഒരു താരം എന്നതിനുപരി ഒരു നല്ല കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അത് മൗത്ത് പബ്ലിസിറ്റി എന്നുള്ള രീതിയിൽ കൂടുതൽ ആൾക്കാരിലേക്ക് വരും ദിവസങ്ങളിൽ എത്തിപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇപ്പം ഏറ്റവും ഫൈനലി ഞാൻ കണ്ട ഫിലിം എന്ന് പറയുന്നത് ഗോളമാണ്. അപ്പോൾ അതിൽ വലിയൊരു താരം എന്നുള്ളൊരു ആൾക്കാർ വരുന്നില്ല. പക്ഷെ അതിൽ കണ്ടന്റ് ബെറ്റർ ആയതുകൊണ്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഞാൻ പല ആൾക്കാർ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പോയി കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് ഇപ്പോൾ കിട്ടുന്നത് കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കഥയാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. എന്ന് വെച്ചിട്ട് നമ്മുടെ ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നുള്ളതല്ല, അവരുടെ പെർഫോമൻസിൽ നമ്മുടെ ആ കഥ നല്ല രീതിയിൽ പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്. നമുക്ക് നമ്മുടെ വിശ്വാസമാണ് പറയാൻ പറ്റുന്നത്. ശരി. ഒരു ചോദ്യം കൂടി ഞാൻ അഭിജിത്തിലേക്ക് ചോദിച്ചിട്ട് അതിനുള്ള മറുപടി അനിലോട്ട് പോകാം. അഭിജിത്ത്, എങ്ങനെയായിരുന്നു ഈ ഒരു പോലീസുകാരൻ എന്ന രൂപം അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു നായക കഥാപാത്രത്തിലെ അനിലിനെ കണ്ടത്? അനിലേട്ടനെ ഞാൻ കാണുന്നത് ഒരു 1.5 വർഷം മുന്നേ ആയിട്ടാണ്. ഞാനൊരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എറണാകുളത്ത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള റൂബിൻ്റെ ഒരു ആഡ് ഫിലിം ഷൂട്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അനിലേട്ടൻ ആക്ട് ചെയ്യാൻ വന്നതാണ്. അനിലേട്ടൻ്റെ മോനും അതിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കാണുന്ന സമയത്ത് തന്നെ ഇപ്പം ഈ സാജൻ ഫിലിപ്പ് എന്നുള്ള രീതിയിലല്ല, പക്ഷേ ഒരു ക്യാരക്ടർ കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മൾ ഈ സിനിമയെ പറ്റിയിട്ട് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാനൊരു ദിവസം തിയേറ്ററിൽ സിനിമ കാണുന്നത് 4-ാം മുറ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി അതിൻ്റെ അകത്ത് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എനിക്ക് ആ പുള്ളി ഒരു ചെറിയ സീനാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു സ്റ്റിൽ എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അയച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അഭിജിത്ത് കണ്ടിട്ട് അയച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പല ആൾക്കാരുടെ കൂടെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നി നമ്മളെ കൂടെ നിൽക്കുന്ന ആക്ട് ചെയ്യുന്ന നമ്മളുമായിട്ട് അത്രയും സൗഹൃദമുള്ള ഒരാൾ ഈ പറഞ്ഞ സാജൻ ഫിലിപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോഴും പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ ആ രീതിയിലായിരുന്നു ഞാൻ അനിലേട്ടനിലേക്ക് എത്തുന്നത്. പക്ഷേ അനിലേട്ടൻ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ സ്ക്രിപ്റ്റിനെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനിലേട്ടൻ്റെ ആ ഒരു സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ശരി. അനില്, കേട്ടല്ലോ എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് വന്നത് എന്ന് ക്ഷണിച്ചതെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ അഭിജിത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് താങ്കൾക്ക് ആ സിനിമ ആ ഒരു പോലീസ് വേഷത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, കരിയറിൽ ഒരു ബ്രേക്ക് ആകും കുരുക്ക് എന്ന് തോന്നിയിട്ടുണ്ടോ അഭിനയിച്ച ആ ഉടനീളം? തീർച്ചയായിട്ടും. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. തീർച്ചയായിട്ടും എനിക്ക് കരിയറിൽ വലിയൊരു ബ്രേക്ക് ആവുമെന്ന് പ്രതീക്ഷയുണ്ട്. കാരണം സിനിമ എനിക്ക് മാത്രമല്ല അഭിജിത്തിനും അതുപോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള മീരയ്ക്കായാലും മറ്റുള്ളവർക്കായാലും ബ്രേക്ക് ആവും. കാരണം കണ്ടന്റ് ഉണ്ട്, അത് ഡിമാൻഡ് ചെയ്യുന്നൊരു ക്രാഫ്റ്റുമുണ്ട്, പെർഫോമൻസും ഉണ്ടെന്നാണ് ഡയറക്ടർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ. തീർച്ചയായിട്ടും ആത്മവിശ്വാസമുണ്ട്.
ശരി. മീര എങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്, ഈ കുരുക്കിലോട്ട് എത്തിയത്? കുരുക്കായോ? ഇല്ല ഇല്ല, ഞാൻ ചൈൽഡ് ആർട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ സുഹാസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അസോസിയേറ്റ് ചേട്ടൻ, സുഹാസ് ചേട്ടനെ ഞാൻ ഏതൊക്കെയോ കുറച്ച് വർക്ക്സിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സുഹാസ് ചേട്ടനും അതുപോലെ ഞങ്ങളുടെ AD ആയിരുന്ന അനൂപേട്ടനും ഒക്കെയാണ് എന്നെ ഇതിലോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ കുരുക്കിൽപ്പെട്ടത്. കുരുക്കിൽപ്പെട്ടത്. ഓക്കെ. അഭിജിത്ത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കൊണ്ട്, എനിക്ക് തോന്നുന്നു 34-35 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമയുടെ ചിത്രീകരണം മുഴുവൻ പൂർത്തിയായത്. അത് ഒരു വലിയ വെല്ലുവിളി തന്നെ ആയിരുന്നില്ല? ഇത്ര വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒരുപാട് ആളുകളെ വെച്ചുകൊണ്ട് ഒരു സിനിമ പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് ഒരു പുതുമുഖ സംവിധായകനെ സംബന്ധിച്ച് ആ ഒരു വെല്ലുവിളികൾ എങ്ങനെയായിരുന്നു അതിജീവിച്ചത്? അതിൽ ഇപ്പോൾ പറയേണ്ടത്, ഈ ഒരു പ്രൊഡ്യൂസറാണല്ലോ ആദ്യം നമുക്കൊരു സിനിമയ്ക്ക്. ഇപ്പം ഞാനൊരു പുതിയ ആളാണ്, അതുപോലെ അനിലാൻഡു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പുതിയ ആളാണ്. അപ്പോൾ നമ്മളെ രണ്ടുപേരെയും വിശ്വസിച്ചുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ വന്നതുകൊണ്ടാണ് നമുക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയത്. പുള്ളിയുടെ പേര് ഷാജി പുനലൽ എന്നാണ്. പുള്ളിയെ കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ അടുത്ത ഫ്രണ്ട്സായിട്ടുള്ള പ്രദീപും അഖിലും ചേർന്നിട്ടാണ്. അപ്പം അതിൽ നിന്ന് തന്നെ തുടങ്ങണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അനിലേട്ടിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം എനിക്കൊരു 18-19 ദിവസം മാത്രമാണ് ഷൂട്ടിന് മുന്നേ ആയിട്ട് നിൻ്റെ പ്രിപ്പറേഷൻസ് നടത്താനായിട്ട് സമയം കിട്ടിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് ടോട്ടലി ലോക്ക്ഡ് ആയിരുന്നു. അതിൻ്റെ ഫൈനൽ കുറച്ച് പോർഷൻസ് മാത്രമാണ് നമുക്ക് ചെറിയ രീതിയിൽ മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സിങ്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും നമ്മളെ കൂടെ ഒരുപോലെ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പം എൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ADs ആയിട്ട് വർക്ക് ചെയ്താണെങ്കിലും DOP ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മളുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ആൾക്കാരെ വെച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമയാണ്, പക്ഷേ അവർ നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയും പോലെ കൃത്യമായിട്ട് സുഹാസേട്ടൻ്റെ രീതിയിൽ നമ്മളെ ചാർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാർട്ട് മുഖേന തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയെന്നുള്ളത് വലിയ വിജയമായി. ഇതിൻ്റെ ഇടയിൽ ഈ 35 ദിവസമാണെങ്കിലും 2 ഷെഡ്യൂളായിട്ടാണ് നമ്മൾ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അത് ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ ഏകദേശം ഒരു 18-19 ദിവസം ആയ സമയത്ത് നമ്മൾ DOPക്ക് പനി പിടിക്കുകയും ടോട്ടൽ ക്രൂവിന് അങ്ങനെ ചെറിയ രീതിയിൽ അസുഖങ്ങൾ വരികയും നമ്മളത് ബ്രേക്ക് ചെയ്യുകയും പിന്നെ 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത ഷൂട്ട്. അപ്പം 2 ഷെഡ്യൂളായിട്ടാണ് നമ്മൾ ടോട്ടൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്താണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു മാറ്റമുള്ള ഒരു മേഖലയാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എന്നാൽ അതിൻ്റേതായിട്ടുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു. ശരി. എന്തുകൊണ്ടായിരുന്നു തിരുവനന്തപുരത്തിൽ മാത്രം ചിത്രീകരണം എന്ന ഐഡിയ? എന്തുകൊണ്ടാണ്? ബഡ്ജറ്റ് കുറയ്ക്കാനുള്ള ഐഡിയ ആയിരുന്നു അത്? ബഡ്ജറ്റ് കുറയ്ക്കുന്നതിലുപരി നമ്മുടെ കോണ്ടാക്ട്സ് തിരുവനന്തപുരമാണ്. ഞാൻ തിരുവനന്തപുരംകാരനാണ്. എനിക്ക് ഇവിടെ എന്തുണ്ടെങ്കിലും എൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് കിട്ടും, അല്ലെങ്കിൽ എനിക്കത് സംഘടിപ്പിക്കാൻ പറ്റും. വേറൊരിടത്ത് പോകുന്ന സമയത്ത് നമുക്ക് കാര്യത്തിന് വേണ്ടി പല ആൾക്കാരെ സമീപിക്കേണ്ടി വരും. അത് പൂർണ്ണമായിട്ട് നടക്കണമെന്നില്ല. ആ ഒരു രീതി വെച്ചിട്ടാണ് ഞാൻ തിരുവനന്തപുരം ചൂസ് ചെയ്യുന്നത്. ശരി. ഓക്കെ. അനിലിന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാണ് മനസ്സിലായത്. അപ്പൊ ഒരു പിറന്നാൾ സമ്മാനമാണോ ഈ കുരുക്ക്? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബർത്ത്ഡേ ടൈം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് സിനിമയിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാക്ട്ലി ഒരു 26 ഇയേഴ്സായി ഞാൻ എൻ്റെ ഈ ട്രൈയിങ് പ്രോസസ്സ് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഇത്ര വലിയൊരു എൻ്റെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആക്ടർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു ക്യാരക്ടറാണ് ഒരു പോലീസ് ലീഡ് റോൾ എന്ന് പറഞ്ഞത്, ഒരു കൊമേഴ്സ്യൽ ഫ്ലിക്കിൽ. അപ്പോൾ അത് മറ്റു പല ആക്ടേഴ്സിനെ അഭിജിത്ത് സമീപിച്ചെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഷാജി ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അനിലേട്ടാ ഇത് അനിലേട്ടന് വിധിച്ചിട്ടുള്ളതാണ്, അനിലേട്ടന് വേണ്ടിയാണ് ഈ സിനിമ സംഭവിച്ചതെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അത് വളരെ ഹാപ്പിയാണ് ഞാൻ. ഓക്കെ. എത്രാമത്തെ പിറന്നാളായിരുന്നു കഴിഞ്ഞതെന്ന് ചോദിക്കണോ? തീർച്ചയായിട്ടും ചോദിക്കാം. എൻ്റെ 46 ആയിരുന്നു. ചുമ്മാ ചോദിച്ചത്. ഓക്കെ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഓക്കെ. മീര, ഇപ്പം എന്നോട് സംസാരിക്കുന്നത് വെച്ച് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ അധികം സംസാരിക്കാത്ത ആളുകളാണ്, അല്ലെങ്കിൽ അതല്ല ഈ പ്രോഗ്രാം ലൈവ് ആയതുകൊണ്ടുള്ള ഒരു ടെൻഷൻ ആണോ എന്നും അറിയത്തില്ല. അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു ഇവരൊക്കെ? പണ്ണാണോ, അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര മസിൽ പിടിച്ചിരിക്കുന്ന ആളുകളാണോ? യഥാർത്ഥ പോലീസുകാരനെ പോലെയായിരുന്നോ അനിൽ ചേട്ടൻ? അയ്യോ അല്ല, അനിലേട്ടൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പിന്നെ അനിലേട്ടന് അതിൻ്റെ പറ്റിയൊരു നല്ലൊരു സ്റ്റോറി പറയാൻ കാണും. പിന്നെ നമ്മളതൊക്കെ കേട്ട് ഒരു 1-2 മണിക്കൂർ അങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ആൾക്കാരാണ്. അനിലേട്ടൻ മാത്രമല്ല എല്ലാവരും. അഭിജിത്തേട്ടനാണെങ്കിലും വളരെ കൂളായിട്ടുള്ള ഒരു കൂൾ ഡയറക്ഷൻ, ഒരു കൂൾ ഷൂട്ട് ചെയ്ത് പോയൊരു ക്രൂ ആയിരുന്നു. അനിലേട്ടൻ്റെ അടുത്തും ഇപ്പോൾ വേണമെങ്കിലും എനിക്ക് തോന്നുന്നു ലൈവ് ആയതുകൊണ്ടായിരിക്കും, പക്ഷെ ഇപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അനിലേട്ടന് കുറേ സ്റ്റോറീസ് പറയാൻ കാണും. ശരി. ഈ അഭിജിത്തിനെ ഇരുത്തിക്കൊണ്ട് ചോദിക്കാൻ, ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ എങ്ങനെയുണ്ട് അഭിജിത്ത്? സൂപ്പർ.
അല്ല, അഭിജിത്തിനോടാണ് ചോദിച്ചത്, ഞാൻ മീരയോടാണ് ചോദിച്ചത്. അഭിജിത്ത് ഏട്ടൻ മീര പറഞ്ഞില്ലെങ്കിലോ എന്ന് ഞാൻ തന്നെ പറയുന്നത് ആദ്യമൊക്കെ ഒരു സ്കോർ ചെയ്തു അല്ലേ? പൊക്കി പറഞ്ഞു അഭിജിത്ത് ഏട്ടൻ്റെ തന്നെ സ്റ്റോറി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. നമുക്ക് എന്തൊരു കാര്യം ചോദിച്ചാലും അത് എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് വളരെ കാമായിട്ട് നല്ല പേഷ്യൻസോടെ കേട്ടിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായി അത് നമുക്ക് മനസ്സിലാക്കി തരാൻ അഭിജിത്ത് ഏട്ടന് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ക്രിയേറ്റീവ് സ്പേസ് തരുമായിരുന്നു. അഭിജിത്ത് ഏട്ടന് ഇതാണ് വേണ്ടത്, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ പറയില്ല. നമ്മളുടെ അടുത്ത് ഇതാണ് സീൻ, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു റാദർ ഒരു ഡിസ്കഷൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി തോന്നിയ ഒരു വർക്ക് കൂടിയായിരുന്നു അഭിജിത്തിൻ്റെ അടുത്ത് വർക്ക് ചെയ്തപ്പോൾ. ഓക്കെ അനിൽ, ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം 2022 മുതൽ ഇങ്ങോട്ട് 2024 എത്തി നിൽക്കുന്ന ഈ സമയം വരെ മലയാള സിനിമയെ സംബന്ധിച്ച് നല്ല കുറെ സിനിമകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച വർഷങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മികച്ച സിനിമകൾ എന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കുന്ന സിനിമകൾ. അത്തരം സിനിമകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്താണ് ഒരു പുതുമുഖ സംവിധായകൻ പുതിയ കുറെ അഭിനേതാക്കളെ വെച്ചുകൊണ്ട് ഒരു സിനിമ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ സിനിമയിലും ഒരുപാട് പ്രതീക്ഷകൾ പ്രേക്ഷകർക്കുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പുതുമുഖ സംവിധായകർ വളരെ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളും ക്രാഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം അനിൽ ആൻഡ്രൂ എന്നുള്ളൊരു നായകൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല, ശരിയല്ലേ? പക്ഷെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്നെ കാണാൻ, അനിൽ ആൻഡ്രോയെ കാണാൻ ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറില്ല. അപ്പോൾ അതുകൊണ്ട് ആ ക്രൗഡ് അല്ലെങ്കിൽ ഓഡിയൻസിന് കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. എത്ര നല്ല സിനിമയായാലും അത് ഓഡിയൻസിലേക്ക് എത്തണമെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിൽ ആളുകളുണ്ടാവണം, പടം തിയേറ്ററിൽ നിൽക്കണം, സെക്കൻഡ് വീക്കിലേക്കൊക്കെ പോകണം, മൗത്ത് പബ്ലിസിറ്റി കിട്ടണം. അപ്പോൾ അത്തരം ചില സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും നമുക്കൊരു ന്യൂനെസ്, ഒരു യൂണിക്കായിട്ടുള്ള ഒരു കാസ്റ്റിങ്ങും കണ്ടൻറ്റും പെർഫോമൻസും ക്രാഫ്റ്റും ഒക്കെ നമുക്കതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് ഇത് ഒരു ബ്രഹ്മാണ്ഡ സിനിമയോ അല്ലെങ്കിൽ ഒരു വലിയ സിനിമയോ ഒന്നും അല്ല. പക്ഷേ ഇത് നിങ്ങളെ നിരാശപ്പെടുത്തില്ല കണ്ടന്റ് വൈസും ക്രാഫ്റ്റ് വൈസും പെർഫോമൻസ്. ഇപ്പൊ പറഞ്ഞു അനിലാൻഡോ എന്ന നടൻ എന്ത് ചെയ്യുമെന്ന് പ്രേക്ഷകർക്ക് അറിയില്ലെന്ന്. പക്ഷെ ഞാനൊന്ന് എടുത്തു പറഞ്ഞു കൊള്ളട്ടെ, അനിലാൻഡോ എന്ന നടനും ഒപ്പം അഭിജിത്ത് എന്ന സംവിധായകനും മീര എന്ന നായികയും ഒക്കെ ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു നിൽക്കുന്ന ഒരുപാട് അനിലാൻഡോമാർക്കും മീരമാർക്കും ഒക്കെ ഒരു വലിയ പ്രതീക്ഷ കൂടിയാണ്. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് പ്രൊഡ്യൂസറോട് എനിക്കൊരു കൺസേൺ ഉണ്ട്. കാരണം ഒരു പുതിയ സംവിധായകനെ വെച്ച്, ഒരു പുതിയ ആക്ടറെ വെച്ചിട്ട്, പുതിയ ആക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തെങ്കിലും എനിക്കൊരു മാർക്കറ്റില്ല, ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. അപ്പോൾ അദ്ദേഹം ഒരു വലിയ റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, അഭിജിത്ത് നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സിനിമകൾ കിട്ടും. ഈ ആക്ടേഴ്സിനും കിട്ടും, ഡയറക്ടർക്കും കിട്ടും. പക്ഷേ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അടുത്ത സിനിമകൾ ചെയ്യണമെങ്കിലോ നിലനിൽക്കണമെങ്കിലോ അദ്ദേഹത്തിൻ്റെ പൈസ തിരിച്ചു കിട്ടണം. അപ്പോൾ എത്ര നല്ല സിനിമയായാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കണം, പ്രേക്ഷകർ കണ്ടത് വിജയിപ്പിച്ചാലേ പ്രൊഡ്യൂസേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ എന്നെ വെച്ച് തന്നെ എൻ്റെ 1-2 സംവിധായകർ എന്നെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പല പ്രൊഡക്ഷൻ ഹൗസുകളിലും പിച്ച് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ പ്രൊഡ്യൂസേഴ്സ് എന്നെ ഓക്കെയാണ്, ആസ് എ പെർഫോമർ അനിൽ ഓക്കെയാണ്. പക്ഷേ ആസ് എ ബിസിനസ് നോക്കുമ്പോൾ അവർക്കൊരു പേടിയുണ്ട്. അത് അപ്പോൾ അത്തരം പേടി മാറണമെങ്കിൽ ഇതുപോലെ പുതിയ സംവിധായകർ, പുതിയ നടന്മാരെ വെച്ച് ചെയ്ത സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും പ്രൊഡ്യൂസേഴ്സിന് ഫണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യുമ്പോഴാണ് പുതിയ പ്രൊഡ്യൂസേഴ്സും ഇതുപോലെ തന്നെ പുതിയ ആളുകളെ വെച്ച് സിനിമ ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ. തീർച്ചയായും അത് തന്നെയാണ് അഭിജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പുതുമുഖങ്ങളെ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാൻ കാണിക്കുന്ന ആ മനസ്സിന് അത് വളരെ വലിയ അഭിനന്ദനം നേടേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനത്തെ പുതിയ നടന്മാരും നടിമാരും ഒക്കെ വരട്ടെ നമ്മുടെ മലയാള സിനിമയിൽ. ഒരു കാര്യം പറയുന്നത്, വിനീത് ശ്രീനിവാസൻ എന്ന നടൻ എന്ന സംവിധായകൻ ഒരുപാട് സൗഹൃദങ്ങളിൽ നിന്ന് സിനിമ ഉണ്ടാക്കിയ ഒരു മികച്ച കലാകാരനാണ്. അതുപോലെ ഒരു സൗഹൃദത്തിന്റെ ഒരു പിന്നാമ്പുറം നമ്മുടെ കുരുക്കിനുമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഷോർട്ട് ഫിലിംസിലൂടെയാണ് നമ്മൾ സിനിമയിലേക്ക് ഇപ്പം എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നാളെ ഞാൻ അതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടി കയറുവാണ് സിനിമയിലേക്കുള്ള. അപ്പോൾ ഇതുവരെയും നമ്മൾ ഈ പറഞ്ഞ പോലെ പേപ്പേഴ്സിലും അതുപോലെ കാര്യങ്ങളിലും മാത്രമേ ഉണ്ടായിരുന്നു. നാളെ തിയേറ്ററിൽ എൻ്റെ സിനിമ എൻ്റെ പേര് എഴുതി കാണിക്കുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 വർഷത്തെ അധ്വാനമുണ്ട്. അപ്പോൾ ആ 8 വർഷം എന്ന് പറയുന്നത് പല ഷോർട്ട് ഫിലിംസിലൂടെയും പല വെബ് സീരീസിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ കൂട്ടായി നിന്നിട്ടുള്ളതെല്ലാം സൗഹൃദങ്ങളാണ് ഈ പറയും പോലെ. അതിപ്പോൾ അന്ന് ഇപ്പം 2014 ഞാൻ ഈ സിനിമ മേഖലയിലേക്ക് ചേരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്ത ആൾ പോലും ഇപ്പോഴും എൻ്റെ കൂട്ടുകാരനായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്.
അതിൽ ഈ പറഞ്ഞ 2018 ഒരു വർക്ക് ചെയ്തതാണ് ഈ പ്രദീപ് എന്ന് പറയുന്നത്. പ്രദീപാണ് എനിക്ക് ഈ 2018 വർക്ക് ചെയ്തതിന് ശേഷം 2024 എനിക്ക് ഈ പ്രൊഡ്യൂസറിനെ കൊണ്ടുതരുന്നത്. അപ്പോൾ ആ സൗഹൃദം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ആടലുടകം ടീമുണ്ട്. അപ്പം അവർ ഞാനുമായിട്ട് ജോയിൻ ചെയ്താണ് ബാക്കി ഈ പറഞ്ഞ വെബ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ടീമിനെയും എന്നാൽ പറ്റുന്ന രീതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ആപ്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് അവരെ പ്ലേസ് ചെയ്യുമായിരുന്നു. അവർക്ക് പറ്റാത്തൊരു സാധനം നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാനും പറ്റില്ല. അതുപോലെ തന്നെ തിരിച്ച് തന്നെ അവരൊരു അല്ലെങ്കിൽ ഒരു ഫണ്ടോ അല്ലെങ്കിൽ വേറൊരു കാര്യം തന്നിട്ട് എനിക്ക് ഇന്ന ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വില്ലിങ്ങും അല്ലായിരുന്നു. അപ്പോൾ ആ രീതിയിൽ സൗഹൃദങ്ങൾ കൊണ്ട് തന്നെയാണ് സിനിമ ഇപ്പോൾ ഈ രീതിയിൽ നിൽക്കുന്നത്. അതെ, ഈ സിനിമ എന്നൊരു വലിയ സ്വപ്നവുമായി എത്തുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെയൊക്കെ ഒരു വിജയം അല്ലെങ്കിൽ നിങ്ങളൊക്കെ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് കാണുമ്പോൾ അവർക്കും വലിയ പ്രചോദനമാണത്. കാരണം നാളെ ഒരു നിമിഷം ഞങ്ങൾക്കും സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നൊരു വലിയ പ്രതീക്ഷ നിങ്ങളൊക്കെ ഈ പുതിയ ആളുകളൊക്കെ സിനിമ സ്വപ്നം കാണുന്നവർക്കൊക്കെ നൽകുന്നുണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആടലോടകം എന്നൊരു വെബ് സീരീസിനെ കുറിച്ച്. ഈ ഇതിൽ കൂടുതലും പുതിയ ആളുകളാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ അഭിനയിക്കുന്ന ആളുകളെയൊക്കെ നല്ല മുഖപരിചയമുള്ള ആളുകളായിരിക്കും. പൊതുവെ നമ്മൾ ആടലോകത്തിൽ കണ്ടത് എല്ലാവരും തമാശ പറയുന്ന അല്ലെങ്കിൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന കുറെ ആളുകളെയാണ്. അത്തരത്തിലുള്ള റോളുകൾ തന്നെയാണോ ഈ സിനിമയിൽ? ഈ സിനിമ ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് ഫുൾ സീരിയസ് ആണോ അല്ലെങ്കിൽ അവരൊക്കെ? അവർ ടോട്ടലി ഈ പറഞ്ഞ പോലെ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മാറി ഒരു ക്യാരക്ടേഴ്സാണ് ഇതിൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ സുബിൻ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവർ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവരെ അടുത്തറിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും ചെയ്യാൻ കഴിയുമെന്നുള്ളത് എനിക്കറിയാം, ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. സോ അതിന് ആപ്റ്റായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ 2020 ആ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സുബിനുമായിട്ട് ഡിസ്കസ് ചെയ്യും. ആ ക്യാരക്ടർ ആ സമയത്ത് തന്നെ ആ ക്യാരക്ടറിന് സുബിൻ തന്നെയായിരുന്നു ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആണ് ആ ക്യാരക്ടർ സുബിൻ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി പ്രേക്ഷകർ ഈ പറയും പോലെ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പറയും പോലെ. അപ്പോൾ അവരുടെ ഒരു ഷിഫ്റ്റിംഗ് അത് പ്രേക്ഷകർ സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഓക്കെ. അനിൽ, നമ്മളിപ്പോൾ പോലീസുകാരനെ കുറിച്ച് പറഞ്ഞു. പോലീസുകാരനാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാസ് പോലീസുകാരനാണോ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഒരു സൈക്കോയാണോ? ഇപ്പൊ അങ്ങനത്തെ പോലീസുകാരൊക്കെ വരുന്നുണ്ടല്ലോ സിനിമകളിൽ. സൈക്കോ ആണെന്ന് ചോദിക്കാൻ അല്ല, ഇപ്പൊ അങ്ങനെ കുറെ പോലീസുകാരും ഉണ്ട് സിനിമകളിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇതൊരു യൂഷ്വൽ പോലീസ് ഓഫീസർ അല്ല. പിന്നെ ഇത് എങ്ങനെയുള്ള പോലീസ് ഓഫീസറാണെന്നുള്ളത് സിനിമ കണ്ടിട്ട് നിങ്ങൾ അറിയുന്നതല്ലേ നല്ലത്. ആ ഒരു സസ്പെൻസ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നില്ല, സ്പോയിലർ കൊടുക്കുന്നില്ല. എനിക്ക് അതിനെ ഫസ്റ്റ് കണ്ടപ്പോൾ തോന്നിയോ ഈ ഷൈൻ ടോം ചാക്കോന്റെ ഇവിടെ ഒരു ഫേസ് കട്ട് തോന്നുന്നു? ആരെങ്കിലും പറഞ്ഞായിരുന്നു? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഇന്റർവ്യൂവിൽ ചോദിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്, 6-ാം തിരകൽപ്പന എന്നുള്ള സിനിമ. ഷൈനും നിത്യാമേനോനും കോമ്പിനേഷനിൽ ഷൈൻ CI ആയിട്ടും ഞാൻ SI ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സ്ക്രീനിൽ വരുമ്പോൾ അത് അറിയുന്നില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഷൈൻ്റെ ചായ ഉണ്ടല്ലോ, ഷൈൻ ആണെന്ന് വിചാരിച്ചിട്ടുണ്ട് പലരും. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൊക്കേഷൻ അനുഭവങ്ങളൊക്കെ? രസകരമായ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ? എന്നോടാണോ? അതെ. ലൊക്കേഷനിൽ നമ്മൾ ഒരു ക്രൈം ത്രില്ലറാണ്. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് നിങ്ങൾ സീരിയസ് ആയിരുന്നു എന്നാണ്? അല്ല, അതുകൊണ്ട് സീരിയസ് ആണെന്നല്ല. അതുപോലെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പുതിയ പ്രൊഡ്യൂസർ, പുതിയ ഡയറക്ടർ, പുതിയ ആക്ടേഴ്സ്. അപ്പം നമ്മളെല്ലാവരും തന്നെ, പിന്നെ മഴയുണ്ടായിരുന്നു അതിനിടയ്ക്ക്. പിന്നെ നമ്മളുടെ മൂഡ്, ഇപ്പോൾ എസ്പെഷ്യലി എൻ്റെ ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ ഒരു മൂഡ് തന്നെയായിരുന്നു. അതെല്ലാം കൂടെ ജീവിക്കുമായിരുന്നു. കാരണം നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് കിട്ടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ കഥാപാത്രം നോർമലി ഞാൻ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ബൈഹാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ പ്രോംപ്റ്റിംഗ് തുടക്കം മുതൽ, എൻ്റെ ആദ്യകാലം മുതലേ പ്രോംപ്റ്റിംഗ് ആഗ്രഹിക്കുന്നില്ല. കാരണം പ്രോംപ്റ്റിംഗ് വേറൊരാളുടെ ഒരു പേസിലും അദ്ദേഹത്തിൻ്റെ ഒരു മോഡുലേഷനിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ പോകുമെന്നുള്ളത് കൊണ്ടും, പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് കൊണ്ടും ഞാൻ പ്രോംപ്റ്റിംഗ് ഇല്ലാതെയാണ് അഭിനയിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് നല്ല ലെങ്തി ഡയലോഗുള്ള പോർഷൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ പ്രോസസ്സ് ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ മീര നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും ഒരേ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല. ഞങ്ങൾക്ക് കാരവാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും മീൻസ് അങ്ങനെ നമ്മളൊരു ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമല്ലായിരുന്നു. എല്ലാവരും ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾക്ക് അയൽവക്കക്കാരെല്ലാവരും ബന്ധുക്കളൊക്കെ സഹകരിച്ച് ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെയാണ് പോയിട്ടുള്ളത്. അതെ, അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടപ്പോൾ. കാരണം അങ്ങനെ ഒരു വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചുള്ള സിനിമകൾ വിജയിക്കട്ടെ. അങ്ങനെ വിജയിക്കുമ്പോഴാണ് അങ്ങനെ
ശരി, അഭിജിത്ത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രേക്ഷകർക്ക് വലിയ എന്നും പരിചയമുള്ള കുറച്ച് ആളുകളല്ല ഈ സിനിമയിലുള്ളത്. അത്തരം ആളുകളെ വെച്ചൊരു പുതിയ സിനിമ ഇറങ്ങുകയാണ്. ഇനി മുതൽ അങ്ങോട്ട് പ്രേക്ഷകർക്ക് എന്നും പരിചയമുള്ള, നമ്മുടെ വീടുകളിൽ ഒരാളെന്ന് തോന്നുന്ന പരിചയമുള്ള കുറച്ച് നായകന്മാരെയും സമ്മാനിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. ഈ സിനിമ ഇരു കൈയും നീട്ടി പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെ ആയിരിക്കും അല്ലെ ഈ അവസാന നിമിഷവും നിൽക്കുന്നത്? തീർച്ചയായിട്ടും. എന്താ പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട്? ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ തിയേറ്റേഴ്സിലേക്ക് ഒരു താരം എന്നുള്ളൊരു ആൾ വന്നു കഴിഞ്ഞാൽ, ഒരു സെലിബ്രിറ്റി വന്നു കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് ഈ പറഞ്ഞ ഒരു ഇനിഷ്യൽ പുള്ള് അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അതിലുപരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ ആയി പോകുന്നുണ്ട്. അപ്പോൾ അതിലുപരി കഥയെ മൂല്യമാറ്റി കണക്കാക്കി ഈ പറഞ്ഞ സിനിമ കാണാൻ വരുന്നവർക്ക് ഒരിക്കലും ഈ കുരുക്കെന്ന് പറഞ്ഞ സിനിമ അവരെ നിരാശപ്പെടുത്തില്ല. അതിനോടൊപ്പം ഈ പറയും പോലെ എല്ലാ ആൾക്കാരും അവരുടെ അകത്ത് സിനിമ ചെയ്യുമ്പോൾ ഒരു പുതിയ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇവരുടെ അകത്തെ ഫിലിം മാത്രമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ സിനിമയിൽ കൂടെ ഇവർ താരമായി മാറണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ സാധിക്കുമെന്നാണ് ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം. അപ്പൊ ഞാനൊരു മികച്ച സംവിധായകനും കൂടി ആവട്ടെ എന്നാണ് എന്റെ വിശ്വാസം, അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം 3 പേരും ഞങ്ങൾക്കൊപ്പം അതിഥികളായി ചേർന്നതിന്, കുരുക്കെന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. കുരുക്കെന്ന സിനിമയുടെ വിശേഷങ്ങളുമായാണ് ഈ അരമണിക്കൂർ നമ്മൾ പോയത്. നാളെ എന്തായാലും സിനിമ തിയേറ്ററുകളിലെത്തും. പുതുമുഖങ്ങളാണ്, പുതിയ സംവിധായകനാണ്. ഇത്തരത്തിൽ പുതിയൊരു പുത്തൻ അനുഭവം നൽകുന്ന സിനിമയാവട്ടെ കുരുക്കിന് എല്ലാവിധ ആശംസകളും. വളരെ നന്ദി അതിഥികളായി പങ്കെടുത്ത 3 പേർക്കും. ലേഡീസ് പെൻ പൂർണ്ണമാക്കുന്നു. നമസ്കാരം. കെ പി